വളരെ വ്യത്യസ്തമായ ഒരു രുചികരമായ മീൻകറിയാണ്. ഇതിനായി 1/2 കിലോ കഷ്ണമീൻ എടുത്ത് 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ മീൻ വറക്കുന്നത് പോലെ അങ്ങോട്ട് ഒത്തിരി വറക്കാൻ പാടില്ല. ചെറുതായി ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മീൻ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 12 ചുള വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന 10 ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കലക്കി കൊടുക്കാം. നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ നേരത്തെ വഴറ്റിയ ആ കൂട്ടില്ലേ, അത് നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 കുടം പുളി കഷ്ണം 3-4 ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മീൻ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ വേണം ആ അരപ്പും കിടക്കാനായിട്ട്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഈ മീൻ ഒത്തിരി അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ വറുത്ത മീനായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. ഒന്നായി വരുന്നത് വരെ നമുക്കൊരു 8 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. വെന്ത് കഴിയുമ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂടി വയ്ക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് റിച്ചാസ് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം ഓടിപ്പോയി ആ വീഡിയോയും കൂടെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോണേ. നമ്മുടെ രുചികരമായ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിലുള്ളൊരു മീൻകറിയല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും. അതുപോലെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ വായിൽ വെള്ളം ഊറുന്നുണ്ടാവും അല്ലേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അല്ലെ ചൂട് ചോറിൻ്റെ കൂടെ ഇതിൻ്റെ ചാറൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് അറിയോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.